ഹലോ. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ നമ്മളെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിസ്ക് അനാലിസിസ് ആണ്. ഇതുവരെയുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് റിസ്ക് അനാലിസിസ്. സോ റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്കിനുള്ള ചാൻസസ് ഒരുപാടുണ്ടായിരിക്കും. ബിക്കോസ് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ, ബിസിനസ് കണ്ടീഷൻസ് ആർ ഡൈനാമിക് അല്ലേ. സോ റിസ്ക് അനാലിസിസ് ഈസ് ബേസിക്കലി ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, അസസിങ് ആൻഡ് മാനേജിങ് ദ അൺസർട്ടനിറ്റീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ടു എൻഷുർ ദി സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്. അതായത് നമ്മളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരാൻ ചാൻസ് ഉള്ള റിസ്ക്, അൺസർട്ടനിറ്റീസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അത് ടാക്കിൾ ചെയ്യാനുള്ള ഒരു അനാലിസിസ് ആണ് റിസ്ക് അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ 3 ടൈപ്സ് ഓഫ് റിസ്ക് അനാലിസിസ് ആണുള്ളത്. ഫസ്റ്റ് വൺ സെൻസിറ്റിവിറ്റി അനാലിസിസ്, സെക്കൻഡ് വൺ സെനാരിയോ അനാലിസിസ് ആൻഡ് തേർഡ് വൺ മോണ്ടെ കാർലോ സിമുലേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദി 3 ടൈപ്സ് ഓഫ് റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ എന്താണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രപ്പോസലിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രപ്പോസലിനെ അല്ലെങ്കിൽ പ്രൊജക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഇൻഫ്ലോസ്, അതുപോലെ ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്, ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ആയ ഇൻഫ്ലേഷൻസ്, അതുപോലെ വാരിയസ് ബിസിനസ് കണ്ടീഷൻസ്, അതൊക്കെ നമ്മുടെ ആ പ്രൊജക്റ്റിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള വാരിയബിൾസ് ആണ് അല്ലേ. അപ്പോൾ അത്തരം ഫാക്ടേഴ്സിൽ അല്ലെങ്കിൽ അത്തരം വാരിയബിൾസിൽ വരുന്ന ചേഞ്ചസ് കാരണം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഔട്ട്കത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വേരിയേഷൻസ്. ഓക്കെ, അതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോജക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരുത്താനുള്ള ചാൻസ് ഉണ്ട്, എത്രമാത്രം റിസ്ക് എലമെൻറ്റ്സ് അതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു അനാലിസിസ് ആണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് മുൻകൂട്ടി കാണണം, ഇപ്പോൾ ഇക്കണോമിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ബിസിനസ് കണ്ടീഷൻസ് ഫേവറബിൾ ആവുകയാണെങ്കിൽ NPV, അതായത് അതിൻ്റെ ഔട്ട്കം എത്രയായിരിക്കും. ഇനി അതല്ല, ഇക്കണോമിക് കണ്ടീഷൻസും ബിസിനസ് കണ്ടീഷൻസും ഒന്നും ഫേവറബിൾ അല്ലെങ്കിൽ, അതായത് ഒരു മോശം സിറ്റുവേഷൻ ആണെങ്കിൽ NPV എത്രമാത്രം കുറയും. ഇനി അതല്ല, ഒരു നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ NPV എത്രമാത്രം സ്റ്റേബിൾ ആക്കി നിൽക്കും എന്നുള്ളതൊക്കെ ഞാൻ അനാലിസിസ് നടത്തണം അല്ലേ. ഇതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോജക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുന്നത് കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കത്തിൽ എത്രമാത്രം ചേഞ്ചസ് വരും, എത്രമാത്രം സെൻസിറ്റീവ് ആണ് നമ്മുടെ പ്രോജക്റ്റ് ടു ചേഞ്ച് ഇൻ വാരിയസ് ഫാക്ടേഴ്സ്. ഇതാണ് സെൻസിറ്റീവ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസിൽ നമ്മൾ 3 സിനാരിയോസ് എടുക്കും. ഫസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് സിനാരിയോ, സെക്കൻഡ് വൺ മോസ്റ്റ് ലൈക്ലി സിനാരിയോ ആൻഡ് തേർഡ് വൺ ഒപ്റ്റിമിസ്റ്റിക് സിനാരിയോ. ഈ 3 സിനാരിയോസ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ NPV, അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പെസിമിസ്റ്റിക് സിനാരിയോയിൽ എത്രയായിരിക്കുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ മോസ്റ്റ് ലൈക്ലി സിനാരിയോയിൽ എത്രയായിരിക്കും എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഒപ്റ്റിമിസ്റ്റിക് സിനാരിയോയിൽ എത്രയായിരിക്കും എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഈ 3 സിനാരിയോ ഞാൻ എടുക്കും. ഈ 3 സിനാരിയോസിലും എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഔട്ട്കം എത്രയാണെന്ന് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ഈ പെസിമിസ്റ്റിക് സിനാരിയോ, വാട്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ആൻഡ് വാട്ട് ഈസ് ഒപ്റ്റിമിസ്റ്റിക്. പെസിമിസ്റ്റിക് സിനാരിയോസ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ കണ്ടീഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദ സിറ്റുവേഷൻസ് ആർ നോട്ട് ഫേവറബിൾ ഫോർ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. ഓക്കെ, അതാണ് പെസിമിസ്റ്റിക് സിനാരിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മോസ്റ്റ് ലൈക്ലി സിനാരിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഓക്കെ കണ്ടീഷൻ, അതായത് ഒരു നോർമൽ ബിസിനസ് കണ്ടീഷൻ, നോർമൽ ഇക്കണോമിക് കണ്ടീഷൻസ്. ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് സിനാരിയോയിൽ ഉദ്ദേശിക്കുന്നത് വി ഹാവ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ അവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇതാണ് ഈ 3 ടൈപ്സ് ഓഫ് സിനാരിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിൻ്റെ ഔട്ട്പുട്ട്, അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഈ 3 സിനാരിയോസിലും കൂടി ഞാൻ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് നടത്തും, അനാലിസിസ് നടത്തും. ഓക്കെ, ഇപ്പം
നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത് എ ലിമിറ്റഡ് കമ്പനി വാണ്ട്സ് ടു ഇവാലുവേറ്റ് ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് എക്സ് ആൻഡ് പ്രോജക്റ്റ് വൈ. Each project requires a net investment of rupees 20,000 and the annual cash flow from each of the projects are estimated at rupees 5,000 per annum for next 10 years and the cost of capital is 10% and the management has considered three scenarios: pessimistic, most likely and optimistic for the annual cash inflows associated with each project and calculate NPV. This is our question. Okay. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 2 പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ആ കമ്പനിക്ക് 2 പ്രോജക്ട്സ് ഇവാലുവേറ്റ് ചെയ്യണം. പ്രോജക്റ്റ് എക്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, പ്രോജക്റ്റ് വൈ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഈ 2 പ്രോജക്റ്റിലും ഏതാണ് നല്ലതെന്നുള്ളത് അവർക്ക് ഒരു അനാലിസിസ് നടത്തണം, അവർക്കൊന്ന് മനസ്സിലാവണം. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, 2 പ്രോജക്റ്റിൻ്റെയും കോസ്റ്റ് വരുന്നത് 20,000 ആണ്. അതായത് പ്രോജക്റ്റ് എക്സ് എടുക്കുകയാണെങ്കിലും 20,000 ആണ്, പ്രോജക്റ്റ് വൈ എടുക്കുകയാണെങ്കിലും കോസ്റ്റ് 20,000 ആണ്. ദെൻ 2 പ്രോജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത് 5,000 ആണ്. ഫോർ ദി നെക്സ്റ്റ് 10 ഇയേഴ്സ്, അടുത്തൊരു 10 വർഷത്തിന് അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് 5,000 ആണ്. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. ദെൻ ദി മാനേജ്മെൻറ്റ് ഹാസ് കൺസിഡേർഡ് 3 സിനാരിയോസ്. ഇവിടെ മാനേജ്മെൻറ്റ് 3 സിനാരിയോസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, ഒപ്റ്റിമിസ്റ്റിക്. അതായത് മാനേജ്മെൻറ്റ് ഈ 3 കണ്ടീഷനിലും ഈ 2 പ്രൊജക്റ്റിൽ നിന്നും എത്രമാത്രം ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളൊരു അനാലിസിസ് ആണ് മാനേജ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഇതൊന്ന് അനാലിസിസ് ചെയ്തിട്ട് ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ എന്നുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമുക്ക് 2 പ്രോജക്റ്റ് ഉണ്ട്, പ്രോജക്റ്റ് എക്സ് ഉണ്ട്, പ്രോജക്റ്റ് വൈ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോജക്റ്റ് എക്സ് എടുക്കണം. ഓക്കെ, സോ പ്രോജക്റ്റ് എക്സ് എടുത്തിട്ട് ഇതുപോലെ 5 കോളംസ് കൊടുക്കണം. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സിനാരിയോ, സെക്കൻഡ് കോളം ക്യാഷ് ഇൻഫ്ലോ, തേർഡ് ഡിസ്കൗണ്ട് ഫാക്ടർ, ഫോർത്ത് PV, ദെൻ ഫിഫ്ത്ത് NPV. ഇതിൽ ഫസ്റ്റത്തേൽ സിനാരിയോ 3 സിനാരിയോ ആണ് നമുക്കുള്ളത്: പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, ഒപ്റ്റിമിസ്റ്റിക്. ദെൻ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ആസ് പെർ അവർ ക്വസ്റ്റ്യൻ പ്രോജക്റ്റ് എക്സിൽ പെസിമിസ്റ്റിക്കിൻ്റെ ക്യാഷ് ഇൻഫ്ലോ 4,000, മോസ്റ്റ് ലൈക്ലി സിറ്റുവേഷനിൽ 5,000, ഒപ്റ്റിമിസ്റ്റിക്കിൽ 6,000 ആണ് ഉള്ളത്. ദെൻ ഡിസ്കൗണ്ട് ഫാക്ടർ, ഇവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ എങ്ങനെയാണ് 6.145 കിട്ടിയത്? ഇവിടെ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കി അറിയാം 5,000 പെർ ആനം ഫോർ ദി നെക്സ്റ്റ് 10 ഇയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ, സോ ഈക്വൽ ക്യാഷ് ഫ്ലോയിൽ വി ഹാവ് ടു യൂസ് ടേബിൾ നമ്പർ 2. ഓക്കെ, 10th ഇയറിൽ 10%-ൽ എത്രയാണ് കിട്ടുക? 6.145 കിട്ടും. ഓക്കെ, സോ നമ്മൾ എന്ത് കൊടുത്തു? ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് കൊടുത്തു. ദെൻ ക്യാഷ് ഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ എന്ത് കിട്ടി? PV ഫാക്ടർ കിട്ടി. ദെൻ NPV കാൽക്കുലേറ്റ് ചെയ്യുക. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് NPV? ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഒറിജിനൽ കോസ്റ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ് അതൊക്കെ. അങ്ങനെ NPV കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ പ്രോജക്റ്റ് എക്സിൽ ഈ 3 സിനാരിയോസിലും എത്രയാണ് NPV എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിടണം. സെയിം പ്രോസസ്സ് തന്നെയാണ് ഏതിലും ഫോളോ ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് വൈയിലും ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ സെയിം തന്നെയാണ് ഡിസ്കൗണ്ട് ഫാക്ടർ 6.145 തന്നെയാണ് ഇവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ. അങ്ങനെ ഇവിടെ നമ്മൾ 3 സിനാരിയോസിൽ NPV കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇവിടെ നമ്മുടെ ആൻസേഴ്സ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പ്രൊജക്റ്റ് എക്സിലെ NPVസും പ്രൊജക്റ്റ് വൈയിലെ NPVസും കൂടി നമുക്കൊരു കമ്പാരിസൺ നടത്തി നോക്കാം. ഇപ്പോൾ പ്രൊജക്റ്റ് എക്സ് എടുക്കുകയാണെങ്കിൽ പെസിമിസ്റ്റിക്കിൽ 4,580 ആണ് NPV കിട്ടുന്നത്. മോസ്റ്റ് ലൈക്ലി നോർമൽ കണ്ടീഷനിൽ 10,725 ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്കിൽ 16,870. ഇതാണ് പ്രൊജക്റ്റ് എക്സിൻ്റെ കേസ്. ഇനി പ്രൊജക്റ്റ് വൈ എടുക്കുകയാണെങ്കിൽ പെസിമിസ്റ്റിക്കിൽ നെഗറ്റീവാണ് കിട്ടുന്നത്, -20,000 ആൻഡ് നോർമൽ കണ്ടീഷനിൽ 10,725 സെയിം ആണ് പ്രൊജക്റ്റ് എക്സിലെ പോലെ. ദെൻ ഒപ്റ്റിമിസ്റ്റിക്കിൽ ഹയർ കിട്ടുന്നുണ്ട് 41,450. ഇതാണ് നമ്മുടെ പ്രോജക്റ്റ് എക്സിൻ്റെയും പ്രോജക്റ്റ് വൈയുടെയും NPV സ്റ്റേറ്റ്സ് അണ്ടർ ദീസ് 3 സിനാരിയോസ്. ഓക്കെ, അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിത് എങ്ങനെ കമ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ, പ്രോജക്റ്റ് എക്സിലും പ്രോജക്റ്റ് വൈയിലും NPVs എടുക്കുമ്പോൾ
ഏതിലാണ് NPV ഡിഫറൻസ് കുറവ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോജക്റ്റ് എക്സിൽ സ്ലൈറ്റ് ഡിഫറൻസ് ആണ് NPVs തമ്മിലുള്ളത്. വലിയൊരു ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമില്ല NPVs തമ്മിൽ എടുക്കുകയാണെങ്കിൽ. ബട്ട് പ്രോജക്റ്റ് വൈ എടുത്ത് നോക്ക്, ഫസ്റ്റ് -20,000, ദെൻ 10,000, ദെൻ 41,000. ഹ്യൂജ് വേരിയേഷൻസ് വരുന്നുണ്ട് NPVകൾ തമ്മിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രോജക്റ്റ് വൈയിൽ അല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറൊരു തരത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോജക്റ്റ് എക്സ് എടുക്കുമ്പോൾ ഒരു റിസ്ക് കുറവാണ്, ഒരു ഓക്കെ രീതിയിലാണ് പോണത്. അതായത് പെസിമിസ്റ്റിക് കണ്ടീഷൻ മോശമാവുകയാണെങ്കിലും പോസിറ്റീവ് NPV കിട്ടുന്നുണ്ട് 4,500, ദെൻ നോർമൽ കണ്ടീഷനിൽ 10,000 എത്തുന്നുണ്ട്, ഒപ്റ്റിമിസ്റ്റിക്കലി 16,000 എത്തുന്നുണ്ട്. ഒരു നെഗറ്റീവ് NPV പ്രോജക്റ്റ് എക്സിൽ ഇല്ല, റിസ്ക് കുറവാണ് ആക്ച്വലി. ബട്ട് പ്രോജക്റ്റ് വൈ എടുത്ത് നോക്ക്, പ്രോജക്റ്റ് വൈയിൽ പെസിമിസ്റ്റിക്കലി നെഗറ്റീവാണ് കിട്ടുന്നത് 20,000, ദെൻ അത് 10,000, ദെൻ ഒപ്റ്റിമിസ്റ്റിക്കലി ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് വരുന്നത്, ഒരു ഹൈക്കാണ് വരുന്നത് 41,000 അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ആണെങ്കിൽ ദേ ക്യാൻ ചൂസ് പ്രോജക്റ്റ് വൈ. കാരണം മീൻസ് പെസിമിസ്റ്റിക് സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടും, ഇനി അതല്ല ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ ഹയ്യർ NPV ആണ് കിട്ടുക 41,450. സോ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ആണെങ്കിൽ ദേ ക്യാൻ ചൂസ് പ്രോജക്റ്റ് വൈ. ബട്ട് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തൊരു മാനേജ്മെൻറ്റ് ആണെങ്കിൽ ദേ ക്യാൻ ചൂസ് പ്രോജക്റ്റ് എക്സ്. ബിക്കോസ് പ്രോജക്റ്റ് എക്സിൽ റിസ്ക് ഇല്ല, കാരണം നെഗറ്റീവ് വരുന്നില്ല. കാരണം പെസിമിസ്റ്റിക്കിലാണെങ്കിലും ഒരു പോസിറ്റീവ് രീതിയിലാണ് നിൽക്കുന്നത്, 4,580 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ബട്ട് പ്രോജക്റ്റ് വൈ കേസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഹിയർ ഇൻ പെസിമിസ്റ്റിക് സിറ്റുവേഷൻ -20,000 ആണ് കിട്ടുന്നത്, ബട്ട് ഒപ്റ്റിമിസ്റ്റിക്കിലാണെങ്കിൽ 41,000. സോ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡുള്ള മാനേജ്മെൻറ്റ് ആണെങ്കിൽ ദേ ക്യാൻ ചൂസ് പ്രോജക്റ്റ് വൈ. ഇനി അതല്ല ലോ റിസ്ക് ലോ റിട്ടേൺ എന്നുള്ളതാണെങ്കിൽ ദേ ക്യാൻ ചൂസ് പ്രോജക്റ്റ് എക്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ. സോ സെൻസിറ്റിവിറ്റി അനാലിസിസിൽ ബേസിക്കലി അനലൈസ് ചെയ്യുന്നത് ഹൗ സെൻസിറ്റീവ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ടു ചേഞ്ച് ഇൻ വാരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അവർ പ്രോജക്ട്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സെൻസിറ്റിവിറ്റി അനാലിസിസ്.